കരുണയുടെ അവസാന മണിക്കൂർ. 3. ഇനി പറയുന്ന വ്യക്തികൾ വിധിക്കപ്പെടും. ദൈവത്തെ പരിഹസിക്കുന്ന അനുതപിക്കാത്ത പാപി, സ്വയം നീതിമാന്മാരെന്ന് കരുതുന്നവർ, തങ്ങൾ എല്ലാ കാര്യത്തിലും നല്ലവരാണെന്ന് എപ്പോഴും കരുതുന്നവരാണവർ. രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ നീട്ടിവയ്ക്കുകയും തങ്ങളുടെ ആത്യന്തിക രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നവർ, സഭയിൽ അംഗമായിരിക്കുകയും എന്നാൽ രക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് മതമേയുള്ളൂ, ഞാൻ ഇല്ല. എനിക്കുള്ളവനെങ്കിലും മനഃപൂർവ്വം ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കാത്തവൻ. ഒരു പാപം പോലും ദൈവം അറിയാതെ പോകില്ല. ഒളിച്ചുവച്ച പാപങ്ങൾ വെളിപ്പെടുത്തപ്പെടും. എല്ലാ പാപികളും തങ്ങളുടെ രഹസ്യ പാപങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും. ആ ദിവസം അതിൻ്റെ തെളിവും മറുവാദവും ന്യായാസനത്തിൽ നിന്നുള്ള വിധിയും നിങ്ങൾക്ക് നൽകപ്പെടും. ആരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഇല്ലയോ, ആരൊക്കെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതിരിക്കുന്നുവോ, അവരെല്ലാം നരകത്തിലായിരിക്കും. 4. അവനവൻ്റെ പ്രവൃത്തി അനുസരിച്ചുള്ള വിധി. സമയത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന അന്ത്യവിധിയിൽ ദൈവകരുണയും എന്നിലൂടെയുള്ള രക്ഷയും നിരസിച്ചതിനാൽ എല്ലാ ദുഷ്ടന്മാരും അനുതപിക്കാത്ത എല്ലാ പാപികളും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടും. അവർ തങ്ങളുടെ സീമാതീതമായ പാപങ്ങളുടെ പേരിൽ വിധിക്കപ്പെടും. എല്ലാ പാപികളും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടും. അവരുടെ പ്രവൃത്തികൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും അവരുടെ ആത്മാക്കൾക്ക് രക്ഷ ഉറപ്പുവരുത്താനും മതിയായവയാണോ എന്നും അപ്പോൾ നിർണയിക്കപ്പെടും. ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്ന എല്ലാ പാപികളും ദൈവസന്നിധിയിൽ കുറ്റക്കാരായി വിധിക്കപ്പെടും. കാരണം അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അവർ അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെടും. നന്നായി മനസ്സിലാക്കിക്കൊള്ളുക, എൻ്റെ നാമത്തിൽ ഒരുവന് കൊടുക്കുന്ന ഒരു പാത്രം തണുത്ത വെള്ളത്തിനു പോലും പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ഇവിടെ ഭൂമിയിൽ ചെയ്യപ്പെടുന്ന ഓരോ അധ്വാനത്തിനും ഓരോ കർമ്മത്തിനും ഓരോ പ്രവൃത്തിക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടും. അവയെല്ലാം ദൈവത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ.